പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ചെറിയ ബട്ടൺ മാത്രം അമർത്തിയാൽ വീട് മുഴുവനും വൃത്തിയാക്കി തരുന്ന ഒരു റോബോട്ടിനെ നമുക്ക് പരിചയപ്പെടാം. എക്കോവാക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഡീബോട്ട് എന്ന മോഡലാണ് ഇവിടുത്തെ താരം. ഏകദേശം 32,000 രൂപയ്ക്ക് ആമസോണിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന ഒരു റോബോ വാക്വം ക്ലീനറാണ് ഡീബോട്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് മൊബൈൽ വഴി ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും. ഇതിൻ്റെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ, അതിന് ചാർജ് കുറഞ്ഞു പോയി അല്ലെങ്കിൽ അതിനകത്തുള്ള ബാറ്ററി ചാർജ് കുറഞ്ഞു എന്ന് അതിന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ചാർജിങ് ഡോക്കിൽ അത് സ്വയം പോയി ചാർജ് ചെയ്യുന്ന ഒരു സംവിധാനവും ഇതിനകത്തുണ്ട്. ഏകദേശം 4 മണിക്കൂർ വേണം ഇത് മുഴുവനായി ചാർജ് ചെയ്യാനെടുക്കുന്ന സമയം. 5200 മില്ലി ആംപിയർ ബാറ്ററിയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. 2000 സ്ക്വയർ ഫീറ്റ് ഇത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ചാർജ് കൊണ്ട് കഴിയും. പക്ഷേ ഈ 2000 സ്ക്വയർ ഫീറ്റ് ആ വീടിൽ മറ്റ് ഓബ്ജക്റ്റുകളൊന്നും, തടസ്സപ്പെടുത്തുന്ന ഓബ്ജക്റ്റുകളൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സമയത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. അതുപോലെ ഏകദേശം 2.5 മണിക്കൂർ കൃത്യമായി ഇടതടവില്ലാതെ പ്രവർത്തിക്കാൻ ഈ 5000 മില്ലി ആംപിയർ ബാറ്ററിക്ക് ഒരു ചാർജ് കൊണ്ട് കഴിയും. ഇതിൻ്റെ സക്ഷൻ പവർ ഏകദേശം 2700 ആണ്. ഇതിനകത്ത് ഒരു ചെറിയ ടാങ്ക് തന്നിട്ടുണ്ട് വെള്ളം നിറയ്ക്കുന്നതിന് വേണ്ടി. ഇത് വെച്ചിട്ടാണ് വാക്വം ഈ പൊടിയെല്ലാം തുടച്ചെടുത്തതിന് ശേഷം തറയൊക്കെ തുടച്ചെടുക്കുന്നത്. അത് ഏകദേശം 240 ml നിറയ്ക്കാൻ പാകത്തിനുള്ള ഒരു ചെറിയ ടാങ്കാണ്. നമുക്കതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കാം. 10 ഡിസ്പോസൽ പാഡ് കൊടുത്തിട്ടുണ്ട്. ഇത് അതിനോടൊപ്പം തന്ന മോപ്പിംഗ് പാഡാണ്. ഇത് ഏകദേശം 10 എണ്ണമുണ്ട്. റീയൂസബിൾ ആണ്, നമുക്ക് കഴുകി ഉപയോഗിക്കാൻ പറ്റുന്ന പാഡാണിത്. നമുക്കിത് 10 എണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും മാർക്കറ്റിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇത് എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. ഇനി നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാം. ഇതാണ് ചാർജിങ് ഡോക്ക്. നമ്മൾ ഈ ചാർജിങ് ഡോക്ക് വയ്ക്കുമ്പോൾ നമ്മൾ ചുവരിൽ നിന്ന് ഏകദേശം 2 സൈഡിലും ഈ വാക്വം ക്ലീനറിന് സമാനമായിട്ടുള്ള സ്പേസ് വിട്ടിരിക്കണം. അതിൻ്റെ ബാക്ക് സൈഡ് ചുവരിനോട് ചേർത്ത് വയ്ക്കും. ഇതാണ് ഇതിനകത്തുള്ള കണ്ടീഷൻ. പിന്നെ ഒരു റീയൂസബിൾ പാഡ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് തന്നിട്ടുള്ള 2 ബ്രഷാണ്. ഈ 2 ബ്രഷ് നമ്മൾ ഇനി കണക്ട് ചെയ്ത് വേണം ഇത് പ്രവർത്തിപ്പിക്കാൻ. അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പാഡാണ്. അത് ക്വാളിറ്റിയുള്ള, നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് ഇത് വെച്ചിട്ടാണ് തറയൊക്കെ തുടച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് ഇതിൻ്റെ സെൻസർ. ഫ്രണ്ടിൽ സസ്പെൻഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഇത് ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റിൽ തട്ടിക്കഴിഞ്ഞാൽ ഒരു സ്പ്രിംഗ് ആക്ഷനാണ് അവിടെ വരുന്നത്. ചെറുതായിട്ടേ തട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് അത് സെൻസ് ചെയ്ത് ബാക്കിലോട്ട് വന്ന് അത് സാധാ പോലെ പ്രവർത്തിക്കും. അതിന് കേട് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ഇത് ഡസ്റ്റ് ശേഖരിക്കുന്ന ബോക്സ് ആണ്. ഡസ്റ്റ്, അതുപോലെ മുടി അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ ചെറിയ പേപ്പറുകൾ, ഫുഡ് പാർട്ടിക്കിൾസ് മുതലായവയൊക്കെ ശേഖരിച്ചു വയ്ക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇതേപോലെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് പുറത്ത് കൊണ്ടുപോയി കളഞ്ഞ് അത് ക്ലീൻ ചെയ്ത് ഉണക്കി ഇതിനകത്ത് സൂക്ഷിക്കാം.
ആ ബ്രഷ് ഇട്ട് നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയും. ആ മുടിയൊക്കെ എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ചെറിയ ഭാഗം തന്നിരിക്കുന്നത്. തിരിച്ച് അതേപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തതിനു ശേഷം തിരിച്ച് അതേപോലെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ കവറും കൂടി അടച്ചു കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കാൻ റെഡിയാണ്. ആ ചുവന്ന ബട്ടൺ അതാണ് ഓൺ ആകുന്ന ബട്ടൺ, ഓണാക്കി വയ്ക്കേണ്ട ബട്ടൺ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊബൈലിൽ ആപ്ലിക്കേഷനിലൂടെ പ്രവർത്തിപ്പിക്കാൻ കഴിയും. ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതാണ്. 2 വീല് തന്നിട്ടുണ്ട്. അത് നമുക്ക് അത് സസ്പെൻഷൻ ബേസ്ഡ് ആയിട്ടുള്ള വീലാണ്. ഏതെങ്കിലും ഒരു മാറ്റൊക്കെ വരുമ്പോൾ ഇത് മാറ്റിലൊക്കെ കയറിയിരുന്ന് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സസ്പെൻഷൻ സംവിധാനം തന്നിരിക്കുന്നത്. അടിഭാഗത്ത് ഒരു ബ്രഷും കൂടി കണക്ട് ചെയ്യും. ഇത് വെള്ളം നിറയ്ക്കുന്നതിനുള്ള ഒരു ഡോക്കാണ്. ഇതിനകത്ത് 240 മില്ലി വെള്ളം നിറച്ച് തിരിച്ച് അതേപോലെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ പാഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തറയൊക്കെ തുടച്ച് വൃത്തിയാക്കി തരും. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇതിൻ്റെ എഡ്ജൊക്കെ കണ്ടോ, അതിൻ്റെ ഈ ചുവരൊക്കെ ഡിറ്റക്റ്റ് ചെയ്ത് അതിൽ തൊടാതെയാണ് അത് പ്രവർത്തിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ മിക്കവാറും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന വിലയിൽ ലഭ്യമായി തുടങ്ങിയത് ഇപ്പോഴാണ്. ഇവിടെ എന്ത് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും അത് ഡിറ്റക്റ്റ് ചെയ്ത് അത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം അത് പ്രവർത്തിക്കും. ഇതിപ്പോൾ ഓട്ടോ മോഡിലാണ് ഇട്ടിരിക്കുന്നത്. മാറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റാണെന്ന് ഡിറ്റക്റ്റ് ചെയ്യുകയും അത് മാറ്റ് എങ്ങനെയാണോ മാറ്റ് ക്ലീൻ ചെയ്യേണ്ട രീതിയിലേക്ക് ആ മോഡ് മാറുകയും ചെയ്യും. അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യുന്ന രീതിയാണിത്. ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം അത് അതിൻ്റെ പ്രവർത്തനം തുടരും. അത് സെൻസ് ചെയ്യുകയാണ്. മനുഷ്യരുടെ കാല് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അവയവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം സെൻസ് ചെയ്ത് കണ്ടുപിടിച്ച് അതിനെ ഒന്നും ഉപദ്രവിക്കാതെയാണ് അത് പ്രവർത്തിക്കുന്നത്. മൃഗങ്ങളായിരുന്നാലും ശരി, ഏതെങ്കിലും നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഏതെങ്കിലും മൃഗങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അതിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ ഒന്നും ഉപദ്രവിക്കാത്ത തരത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. മേശയുടെ അടിഭാഗം, കട്ടിലിൻ്റെ അടിഭാഗം തുടങ്ങിയ ഇതിന് കടന്നു ചെല്ലാൻ പറ്റുന്ന ഏത് ഏരിയയിലും ഇത് കൃത്യമായി കടന്നു ചെന്ന് വൃത്തിയാക്കി തിരികെ നമ്മുടെ സ്ഥലത്ത് തന്നെ വരും. ആ ചാർജിങ് ഡോക്കിൻ്റെ അടുത്ത് എത്തും. ഇതിന് കറണ്ട് തീർന്നുവെന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ചാർജ് കുറഞ്ഞുവെന്ന് അതിന് തോന്നുകയാണെങ്കിൽ അത് ഉടൻ തന്നെ ചാർജിങ് ഡോക്ക് കണ്ടുപിടിച്ച് അവിടെ എത്തി സ്വയം ചാർജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇതിനു വേണ്ടി ചാർജിങ് ഡോക്ക് ഓണാക്കി വെച്ചിരിക്കുന്നത്. ഈ ബ്രഷ് ഉപയോഗിക്കുന്നത് നമ്മുടെ ചെറിയ ചെറിയ ഫുഡ് പാർട്ടിക്കിൾ, അതുപോലെ പേപ്പർ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ സക്കിങ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബ്രഷ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അത് നേരെ ചാർജിങ് ഡോക്കിലേക്ക് പോവുകയാണ്. അവിടെ ഇരുന്ന് അത് സ്വയം ചാർജ് ചെയ്തുകൊള്ളും. ചാർജ് ചെയ്യുമ്പോൾ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. ഇനി തിരിച്ച് അതിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങളതിൻ്റെ ചുവന്ന
ബട്ടൺ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ തിരിച്ച് എടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അത് സ്വയം അതിൽ നിന്ന് ഇറങ്ങി വന്ന് മോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റെഡ് സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും ഡസ്റ്റാണ് ഇതിനകത്തുനിന്ന് കിട്ടിയത്. ഈ ഡസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് അത് കഴുകി വൃത്തിയാക്കി തിരിച്ച് അതിനകത്ത് തന്നെ വയ്ക്കണം. ഇത് എടുക്കാനൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ഇത് മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇതിൻ്റെ കൺട്രോൾ എല്ലാം ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. നമുക്ക് അത് മാപ്പ് ചെയ്യാൻ കഴിയും. ഏത് ഏരിയയിൽ കൂടെ പോകണമെന്നൊക്കെ ഉള്ള രീതി നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ കഴിയും. ഇതിൽ 2-3 മോഡുണ്ട്. അതിൽ നമുക്ക് ഓട്ടോ മോഡ് ഇട്ട് കഴിഞ്ഞാൽ അത് സ്വയമായിട്ട് എല്ലാ കാര്യങ്ങളും ഡിറ്റക്ട് ചെയ്ത് അത് ചെയ്തു. നമ്മളൊന്നും ഒരു കമാൻഡും പിന്നീട് കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ ചാർജിങ് ഡോക്കിൽ നിന്ന് ഇറങ്ങി വീണ്ടും അത് ക്ലീൻ ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. നോക്കട്ടെ. യെസ്, ഇതിൽ വെള്ളം നിറച്ചു കൊടുക്കണോ? ഒന്ന് നിറച്ചു കൊടുക്കൂ. എടുത്തുണ്ടോ? ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ വെള്ളം നിറയ്ക്കേണ്ടത്. 250 കൂടി വെള്ളം നിറച്ച് ഒരു 240 ml വെള്ളം നിറച്ച് എന്നിട്ട് ആ നീല അടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കുക. അതിനുശേഷം യഥാസ്ഥാനത്ത് തന്നെ ഫിറ്റ് ചെയ്ത് നമുക്ക് തറയൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഞാൻ കൂടുതൽ ലിക്വിഡ് ഒഴിച്ചുകൊണ്ടാണ് ഇവിടെ ഇത് ആയി കിടക്കുന്നത്. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുക. നീ ചെയ്തില്ലായിരുന്നു? ഇനി മോപ്പ് ചെയ്യണമെങ്കിൽ മോപ്പ് പാഡ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിനോടൊപ്പം പക്ഷേ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ജസ്റ്റ് ഓൺ ചെയ്താൽ മതി അല്ലേ? മറ്റേത് ഇൻസ്റ്റാൾ ചെയ്യണം. മറ്റത് ഉണങ്ങാൻ വേണ്ടിയിട്ടിരിക്കുന്നതുണ്ട്. ഇടണം. ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ റീയൂസബിൾ പാഡാണ്. രണ്ട് റീയൂസബിൾ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ കൂടെ മെയിൻ വരുന്ന മൈക്രോ പ്ലാസ്റ്റിക് പാഡ്. ഇതിൻ്റെ കൂടെ ഇത് അല്ലാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങുന്നതാ അല്ല, ഇത് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് ഡിസ്പോസിബിൾ പാഡ്. ഇത് ഓൺ ടൈം യൂസ് അല്ലേ? ഓൺ ടൈം യൂസ് അല്ല, വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. ഞാൻ വാഷ് ചെയ്ത് വെച്ച് ഓക്കെ ശരി ശരി. ഓക്കെ, ഞാൻ എടുത്തിട്ട് ഈ പാഡിൽ വെക്കണം അല്ലേ? അതിനകത്ത് അതേപോലെ ഫിറ്റ് ചെയ്ത് അതിൻ്റെ അടിഭാഗത്ത് കണക്ട് ചെയ്യണം. ഓക്കെ, ഇൻസ്റ്റാൾ പെർഫെക്റ്റായിട്ട് ചെയ്ത് ഓക്കെ അതിനിളക്കി അതിനോടൊപ്പം ചേർത്ത് ക്ലിപ്പ് ചെയ്യുക. ക്ലിപ്പ് ചെയ്തിട്ട് രണ്ടും കൂടി ഒരുമിച്ച് അതിൻ്റെ അടിഭാഗത്ത് വയ്ക്കുക. ഓക്കെ, വെള്ളം ഒഴിച്ച് മോപ്പ് ചെയ്യും. ചാർജിലിട്ടിരിക്കുകയാണെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് വേണം എടുക്കുക അല്ലേ? യെസ്. അപ്പോൾ ആ റെഡ് ലൈറ്റ് കത്തും അല്ലേ? ആ ചുവന്ന ബട്ടൺ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ അതിനെ കയ്യിലെടുക്കുന്നെങ്കിൽ എടുക്കാൻ വേണ്ടി. ഈ ഒരു ടീപ്പോ നമുക്ക് എങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്നതെന്ന് നോക്കാം. വെള്ളം ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുന്നത്. പക്ഷെ ഇതിൻ്റെ സൈഡെല്ലാം അത് ഡിറ്റക്റ്റ് ചെയ്ത് സെൻസ് ചെയ്ത് തറയിൽ വീഴാതെ അത് സ്വയം ചെയ്യുന്നത് നമുക്ക് കാണാം. മൊബൈൽ ആപ്പ് വഴി കമാൻഡ് കൊടുക്കുക. ബ്ലൂടൂത്ത് വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. ഇത് ഒരേ വൈഫൈയിൽ കണക്ട് ചെയ്തിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്.
അത് നനഞ്ഞു പോകുന്നു അല്ലേ? ആ തുടച്ച ആ കറുത്ത ഭാഗമെല്ലാം അത് വെള്ളമിട്ട് തുടച്ചെടുക്കുന്ന ഭാഗമാണ്. കണ്ടോ? ആ വശം എല്ലാം ഡിറ്റക്റ്റ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. തറയിൽ വീഴാതെ അത് സ്വയം അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇനി ഗ്രാനൈറ്റിൻ്റെ പുറത്ത് എങ്ങനെ വൃത്തിയാക്കുമെന്ന് നോക്കാം. നമ്മൾ ഓൺ ചെയ്ത് വെച്ചാൽ മതി. അത് ഏത് ഏരിയയിൽ എല്ലാ മുറിയിലും പോയി ക്ലീൻ ചെയ്ത് തിരിച്ചത് ആ ചാർജിങ് ഡോക്കിൻ്റെ അടുത്തേക്ക് എത്തും. എല്ലാ ഓബ്ജക്റ്റുകളും ഡിറ്റക്റ്റ് ചെയ്ത് വളരെ കൃത്യതയോടുകൂടി അത് തറയെല്ലാം വൃത്തിയാക്കി ചാർജിങ് ഡോക്കിൻ്റെ അടുത്തേക്ക് വരും. ഓക്കെ, ഇത്ര കൃത്യമായി നമ്മുടെ വീട് വൃത്തിയാക്കുന്ന ഒരു ഉപകരണം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മറ്റു ഉപകരണങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രം വാങ്ങുക. ഇതിൻ്റെ സർവീസും മറ്റുള്ള കാര്യങ്ങളും കൂടി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഈ ഉപകരണം വാങ്ങാൻ പാടുള്ളൂ. ഓക്കെ.